വെൽക്കം ടു +2 ഫിസിക്സ് ഇലക്ട്രോമാഗ്നറ്റിസം. ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ വളരെയേറെ പോസ്റ്റിങ്സ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചില പോസ്റ്റിങ്സ് ക്വാളിറ്റി കുറവായതുകൊണ്ട് ഞാൻ ചിലത് വീണ്ടും ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില ഡെറിവേഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ കണ്ടത് ലോറൻസ് ഫോഴ്സാണ്. ലോറൻസ് ഫോഴ്സിൽ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടൊരു ഇലക്ട്രിക് ചാർജ് ഫീൽഡിലോട്ട് കയറ്റി വിട്ടാൽ അത് ആ ഫീൽഡിനകത്ത് കിടന്ന് സർക്കിളിൽ കറങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സർക്കിളിൻ്റെ ആ ചാർജിൻ്റെ ഇക്വേഷൻ ഇതായി: mv/r = bq, where r is the radius of the circular path, v is the tangential velocity of the circular path. ഇവിടുന്ന് radius of the path is r equals mv/bq. mv is the momentum of the particle, p, so p/bq. So radius is directly proportional to momentum. മൊമെൻറ്റം കൂടുന്തോറും കൂടുതൽ റേഡിയസ് ഉള്ള സർക്കിളിൽ പാർട്ടിക്കിൾ കറങ്ങും. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു. അതുപോലെ ബിക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്തോറും റേഡിയസ് കുറയും. വളരെ സ്ട്രോങ് ഫീൽഡാണ്, ചെറിയ സർക്കിളിലേ കറങ്ങൂ. വീക്ക് ഫീൽഡാണെങ്കിൽ, ബി കുറവാണെങ്കിൽ ലാർജ് സർക്കിളിൽ കറങ്ങും, ലാർജ് റേഡിയസ് ഉള്ള സർക്കിളിൽ കറങ്ങും. ഇതുപോലെ ചാർജിൻ്റെ ക്വാണ്ടിറ്റി ക്യൂ, ആ ക്യൂ കുറവാണെങ്കിൽ റേഡിയസ് കൂടിയിരിക്കും, ക്യൂ കൂടുതലാണ് റേഡിയസ് കുറയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിരിക്കണം. ബേസായിട്ട് mv²/r = bq/v. അത് കിട്ടുന്നതാണല്ലോ ഇത്. അത് കഴിഞ്ഞ ദിവസം കണ്ടോ. ഇനി ഇതിൽ v = r⍵ എന്നറിയാം. ടാൻജൻഷ്യൽ വെലോസിറ്റി ഈക്വൽസ് റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. സോ m × v r⍵/r = bq. r ക്യാൻസൽ ചെയ്യുമ്പോൾ ω = bq/m. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. സോ f = ω/2π ഓർ bq/2πm. ഇതാണ് ഈ സർക്കിളിൽ കറങ്ങുന്ന ഫ്രീക്വൻസി, കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു, അതാണല്ലോ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. സൈക്ലോട്രോൺ ഫ്രീക്വൻസി നമുക്ക് പഠിക്കാനുള്ളൊരു ഉപകരണമാണ്, എക്വിപ്മെൻറ്റാണ്. സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്നാണ് ഇതിൻ്റെ പേര്. ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി അറ്റോമിക് ഫിസിക്സിൽ, ന്യൂക്ലിയർ ഫിസിക്സിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഹൈ എനർജി പാർട്ടിക്കിൾസ് വേണം, അറ്റോമിക് പാർട്ടിക്കിൾസ്. അത്തരം ഹൈ എനർജി പാർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൈക്ലോട്രോൺ. അവിടെ ഈ തത്വമാണ് ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷൻ അവിടെ കയറി വരും. ഇതിൻ്റെ റെസിപ്രോക്കൽ ആ പീരീഡ് ടി. ഇനി ഈ സർക്കിളിൽ കറങ്ങുമ്പോൾ അതിന് ഉള്ള എനർജി ഒന്ന് കാണാം. നമുക്ക് ഇവിടുന്ന് പി, മൊമെൻറ്റം പി ഈക്വൽസ് p, r = p/bq. so momentum p = bq into r. എങ്കിൽ കൈനറ്റിക് എനർജി ഈസ് E = p²/2m. p² ഈസ് p²q²r²/2m. അപ്പോൾ എനർജി കൂടുതലുണ്ടെങ്കിൽ റേഡിയസ് കൂടിയിരിക്കും. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തപ്പി എടുക്കാം. മാസ് കൂടിയ പാർട്ടിക്കിളാണെങ്കിൽ അതിനനുസരിച്ച് എനർജി ഒരേ എനർജിയുള്ള ഹെവി പാർട്ടിക്കിളിൽ ലൈറ്റ് പാർട്ടിക്കിളും എടുത്താൽ എങ്ങനെയുള്ള റേഡിയസ് കറങ്ങുമെന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് ചോദ്യം ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ വ്യക്തമാക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇത്രയാണ്. ഇത് ഒരു കേസ്. ഇനി എൻ്റെ ജനറൽ കേസുണ്ട്, അത് വേറെ പോസ്റ്റിങ്ങിലുണ്ട്. ഓൾറെഡി ഞാൻ പ്ലേസ് ലിസ്റ്റിലെടുത്ത് ഇടാം. ഇനി ഈ ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി, സ്ട്രെങ്ത് എന്നേ നമ്മൾ ഇതുവരെ കണ്ടുള്ളൂ. അതെന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യണം. അതിന്
ലോറൻസ് ഫോഴ്സിൻ്റെ ജനറൽ ഫോർമുല ബി ക്യു വി സൈൻ തീറ്റ എന്ന. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ അല്ലെ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ചാർജ് ഫീൽഡിലോട്ട് കടത്തി വിട്ടാൽ ലോറൻസ് ഫോഴ്സ് ഈസ് മാക്സിമം എഫ് ഈക്വൽസ് ബി ക്യു വി. അത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ എഫ് ഈക്വൽസ് ബി ക്യു വി ഇതിൽ ഉപയോഗിച്ച് നമുക്ക് ബി ഒന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാം. ഇവിടുന്ന് ബി ഈക്വൽസ് എഫ് ബൈ ക്യു വി. When Q equals 1 coulomb and V equals 1 meter per second, B equals 1 by Q into 1. F by 1 into 1 or B equals F. ചുരുക്കത്തിൽ ഫീൽഡ് strength of magnetic field B is the force or Lorentz force experienced by a charge of 1 coulomb when it passes through the field at 1 meter per second velocity in a direction perpendicular to the field direction. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് പെർ യൂണിറ്റ് വെലോസിറ്റി, അതാണ് ബിയുടെ ഡയമെൻഷൻസ്. ഈ ബിക്ക് പല പേരുകൾ പറയും. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇക്ക് പറയുന്ന പേര് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമല്ലോ, അതുപോലെ ഇവിടെയും പറയും. ഇവിടെയും മാഗ്നറ്റിക് ഫ്ലക്സും ഒക്കെ ഉണ്ട്, നമ്മൾ കുറേ മറ്റ് പോസ്റ്റിങ്സിലുണ്ട് കാണാം. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓർ ഫ്ലക്സ് പാസിങ് ത്രൂ യൂണിറ്റ് ഏരിയ, അങ്ങനെ പറയാം. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും ബിക്ക്. അപ്പം ഫീൽഡ് സ്ട്രെങ്തിന് ബിക്ക് പല പേര് പറയും. ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയും, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. ഉണ്ട്, ഇത് ലൈൻ ഓഫ് ഫോഴ്സുമായിട്ട് കൂട്ടി ഇണക്കും ഇലക്ട്രിസിറ്റി ചെയ്ത പോലെ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. ഇലക്ട്രിസിറ്റി കണ്ട ആ ഇൻഡക്ഷൻ അല്ല, ചാർജ് ഇൻഡക്ഷൻ അല്ല, ഇത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഈ ക്വാണ്ടിറ്റിക്ക് അങ്ങ് ബിക്ക് പേര് പറയും. ഇതിൻ്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. വെബർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, അതാ ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ, വെബർ WEBER, വെബർ പെർ മീറ്റർ സ്ക്വയർ. ഷോർട്ട് ഫോം ക്യാപിറ്റൽ W സ്മോൾ b m⁻². ഇനി ടെസ്ല എന്ന് പറയും. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ടെസ്ല. അപ്പോൾ സ്റ്റാർട്ടിങ് ലെറ്റർ മുഴുവൻ എഴുതുകയാണ് സ്മോൾ ലെറ്റർ T, ഇവിടെ സ്മോൾ ലെറ്റർ W. വെബറും സയൻറ്റിസ്റ്റാണ്. ഒരു ലെറ്റർ എഴുതുന്നുള്ള ബ്ലോക്ക് ലെറ്റർ ക്യാപിറ്റൽ T. ഇപ്പോൾ ടെസ്ല, ഇപ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല, രണ്ടും ഒരു യൂണിറ്റ് തന്നെ, രണ്ട് പേരുകളിൽ പറയുന്നു എന്ന് മാത്രം. ഇത്രയുമാണ് ഈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ പറ്റി അറിയാം. ഈ ഫീൽഡിൽ കൂടി ചരിഞ്ഞു പോകുമ്പോൾ ഉള്ള പാത്ത് നേരത്തെ ഉള്ള പോസ്റ്റിങ്സിലുണ്ട്, ഞാൻ പ്ലേ ലിസ്റ്റിലെടുത്ത് ഇടും. ഇനിയും ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഇൻവേഴ്സ് സ്ക്വയറിലുണ്ടല്ലോ, അതാണല്ലോ അവിടുത്തെ തുടക്കം. രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ F ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q1 Q2 R². ഇവിടെയുമുണ്ട് ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ. രണ്ട് കണ്ടക്റ്റിംഗ് വയേഴ്സിൻ്റെ രണ്ട് ചെറിയ എലമെൻറ്റ്സ്, ചെറിയ ലെങ്ത് ഉള്ള രണ്ട് പീസ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇതിൻ്റെ ലെങ്ത് DL1, ഇതിൻ്റെ ലെങ്ത് DL2. ഇതിൽ കൂടെ I1 ആംപിയർ കറണ്ട് കടത്തി വിടുന്നു, ഇതിൽ കൂടെ I2 ആംപിയർ കടത്തി വിടുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ I1 ഇൻറ്റു DL1 പറയുന്ന പേര് കറണ്ട് എലമെൻറ്റ് എന്നാണ്. കറണ്ട് സ്ട്രെങ്ത് ഇൻറ്റു എ സ്മോൾ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ, അതിന് നമ്മൾ കറണ്ട് എലമെൻ്റ് എന്നാണ് വിളിക്കുക. കറണ്ട് എലമെൻറ്റ് ഒരു വെക്ടറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കറണ്ട് പൊതുവെ സ്കെയിലറാണ്. കറണ്ട് ഡെൻസിറ്റി വെക്ടറാണ്, പക്ഷേ കറണ്ട് സ്കെയിലറാണ്. ലെങ്ത് നമുക്ക് വെക്ടറാക്കി മാറ്റാം. ഏരിയ വെക്ടറാക്കുന്ന കേസൊക്കെ നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചർച്ച ചെയ്തതാണ്.
ലെങ്തിനെ നമുക്ക് വെക്ടറാക്കാം. കറണ്ടിൻ്റെ ആരോ എങ്ങോട്ട് കാണിക്കുന്നു അങ്ങോട്ടുള്ള ആ ലെങ്താണ് ഡി എൽ, വെക്ടർ ഡി എൽ. എനിക്ക് കറണ്ട് സ്കെയിലർ കറണ്ട് ഇൻറ്റു വെക്ടർ ലെങ്ത് എടുക്കുമ്പോൾ ആ ഐ ഡി എൽ അതിനെ നമ്മൾ വെക്ടറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഐ വെക്ടർ ഡി എൽ. ഇപ്പോൾ രണ്ട് കറണ്ട് എലമെൻറ്റ്സ് ആർ അകലത്തിലിരുന്നാൽ ഐദർ ദേ വിൽ അട്രാക്ട് ഓർ ദേ വിൽ റിപ്പൽ. ഒരേ ഡയറക്ഷനിൽ ആ കറണ്ട് രണ്ട് എലമെൻറ്റിലുമെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. രണ്ടിലെയും കറണ്ട് ഓപ്പോസിറ്റാണ് ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ ഇതിലെ കറണ്ട് ഇങ്ങോട്ടും ഇതിലെ കറണ്ട് ഇങ്ങോട്ടുമാണ് ഇത് റിപ്പൽ ചെയ്യും. ഈ അട്രാക്ഷനോ റിപ്പൽഷനോ കണ്ടുപിടിക്കാനൊരു ഫോർമുല ഉണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ ടു കറണ്ട് എലമെൻറ്റ്സ് F ഈക്വൽസ് μ0/4π ഇൻറ്റു I1 dl1 ഇൻറ്റു I2 dl2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് ഇലക്ട്രിസിറ്റി 1/4πε0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് വരെ ഇവിടെ μ0/4π. 4π എന്നൊക്കെ പറയുന്നത് ഈ റാഷണലൈസിങ് ഫാക്ടറായി യൂണിറ്റ് സിസ്റ്റത്തിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ച ഒരു ഫാക്ടർ അതിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അത് നമുക്ക് കളയാൻ പറ്റില്ല. അവിടെ ε0 എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കോൺസ്റ്റൻ്റാണ്. അതുപോലെ ഇവിടെ μ0 എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൻ്റെ ഒരു മാഗ്നറ്റിക് കോൺസ്റ്റൻ്റാണ്. ε0ക്ക് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയുന്നത്. μ0ക്ക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. ε0യുടെ വാല്യൂ 10⁻⁹ ഫാരഡ് പെർ മീറ്റർ. അതിന് പകരം μ0യുടെ വാല്യൂ μ0 ഈസ് 4π ഇൻറ്റു 10⁻⁷ ഹെൻറി പെർ മീറ്റർ. മറ്റേ ഫാരഡ് പെർ മീറ്റർ, ഇത് ഹെൻറി പെർ മീറ്റർ. അപ്പോൾ μ0യുടെ വാല്യൂ 4π ഇൻറ്റു 10⁻⁷ ഹെൻറി പെർ മീറ്റർ. അപ്പോൾ അവിടെ 1/4πε0 പറയുന്നിടത്തല്ല, ഇവിടെ മാഗ്നറ്റിക്സിൽ μ0/4π കയറി വരും. അപ്പോൾ ഇത് ഇൻവേഴ്സ് സ്ക്വയറിലെ കുളംസിൽ ഇപ്പോൾ ഇവിടെ Q1 Q2/r² എന്ന് പറയുന്നതിന് പകരം ആണ് I1 dl1 ഇൻറ്റു I2 dl2/r². പക്ഷേ ഈ ലോയ്ക്ക് ഒരു ഫണ്ടമെൻ്റൽ ലോയുടെ സ്റ്റാറ്റസ് ഇല്ല. അത് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ആദ്യം അവതരിപ്പിക്കാറില്ല. +2 ക്ലാസ്സുകളിൽ ചിലപ്പോൾ അവതരിപ്പിക്കാറേ ഉണ്ടാവില്ല. പക്ഷേ അത് അറിഞ്ഞു പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മാഗ്നറ്റിക്സും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ രണ്ട് ബാർ മാഗ്നറ്റ്സ് പരസ്പരം ഒരകലത്തിൽ പിടിച്ചാൽ അത് അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇത് നോർത്ത് പോള്, ഇത് നോർത്ത് പോള്, ഈ രണ്ട് നോർത്ത് പോളും തമ്മിൽ റിപ്പൽഷനാണ്. പക്ഷേ ഈ സൗത്ത് പോള് കൊണ്ടുവന്നാൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ പോളിൻ്റെ, ഈ മാഗ്നറ്റിൻ്റെ, ഇപ്പോൾ ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്, ഈ മാഗ്നറ്റിൻ്റെ പോൾസിന് ശക്തി അനുസരിച്ചാണ് ഇത് തമ്മിലുള്ള അട്രാക്ഷനോ റിപ്പൾഷനോ ഉണ്ടാകുക. ഈ ശക്തിക്ക് പോൾ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. പോൾ സ്ട്രെങ്ത് അത് ചാർജിൻ്റെ ഇവിടുത്തെ ഈക്വലൻ്റായിട്ട് പറയുന്ന മാഗ്നറ്റിക്സിൽ, ചാർജിൻ്റെ അവിടുത്തെ ഇലക്ട്രിസിറ്റിയിലെ ചാർജിൻ്റെ തത്തുല്യമായിട്ട് മാഗ്നറ്റിക്സിൽ വരുന്ന ഒരു സംഗതിയാണ് പോൾ സ്ട്രെങ്ത്. അതിൻ്റെ സ്ഥാനത്താണ് ഇവിടെ I1 dl1 I2 dl2 എന്ന് അങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് F ഈക്വൽസ് μ0/4π ഇൻറ്റു P1 P2/r² എന്ന് പറയാം. അവിടെ P1 എന്ന് പറഞ്ഞാൽ I1 dl1, P2 എന്ന് പറഞ്ഞാൽ I2 dl2. ജനറലായിട്ട് അപ്പോൾ P ഈക്വൽസ് I dl. ഇത് ഒരു ബാർ മാഗ്നറ്റിൻ്റെ പോൾ സ്ട്രെങ്തിന് ഇക്വലൻ്റായിട്ടാണ് ഇവിടെ കയറി വരുന്നത്, ഇലക്ട്രിസിറ്റിയിലെ ചാർജിന് പകരം. ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ. ഐയുടെ യൂണിറ്റ് ആംപിയർ, ലെങ്ത് dlൻ്റെ യൂണിറ്റ് മീറ്റർ, ആംപിയർ മീറ്റർ. അപ്പോൾ മാഗ്നറ്റിക്
മാഗ്നറ്റിക് പോൾ സ്ട്രെങ്തിന് ഇക്വലൻ്റായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കറണ്ട് ഇൻറ്റു ലെങ്ത്. നമ്മൾ അങ്ങനെ അങ്ങ് എടുത്തിരിക്കുക, കുഴപ്പമല്ലോ ഉണ്ടോ? അതെടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. ഓരോരോ സങ്കേതങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് എപ്പോഴും തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്യുക, സൗകര്യത്തിന് വേണ്ടി. അത് മാറ്റിക്കൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷേ അത് പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെ നിലനിർത്തി പോരുന്ന, അല്ലെ കുഴമറിച്ച് ആകുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. നല്ല സുന്ദരമായിട്ട് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോവുകയും ചെയ്യാം, വിശദീകരണങ്ങൾ കൊടുക്കാൻ സാധിക്കും, കാൽക്കുലേഷൻസ് നടത്താൻ സാധിക്കും, പ്രെഡിക്ഷൻസ് നടത്താൻ സാധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? അപ്പോൾ അവിടെ ഫ്ലക്സും ഒക്കെ എടുക്കുന്ന പോലെ ഇവിടെ നമ്മൾ ചില സങ്കല്പങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഐ ഇൻറ്റു ഡി എൽ ഹാസ് ദി ഡയമെൻഷൻസ് ഓഫ് എ ക്വാണ്ടിറ്റി കോൾഡ് പോൾ സ്ട്രെങ്ത്. ഈ പോൾ സ്ട്രെങ്ത് നമ്മൾ പുറകെ ഇനിയും കാണും. ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ല റിപ്പൽ ചെയ്യാനുള്ള മാഗ്നറ്റിൻ്റെ കഴിവ്, അതിൻ്റെ എൻഡിലാണ് ഈ പോൾ സ്ട്രെങ്ത് കോൺസെൻട്രേറ്റ് ചെയ്യും, മാഗ്നറ്റിസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ താഴത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും കൂടെ വന്നു കഴിഞ്ഞാൽ ദേ വിൽ അട്രാക്ട്. അവിടെ രണ്ട് കമ്പിയിൽ ഒരേ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുമ്പോഴും അട്രാക്ഷനാണ്. അപ്പോൾ ഇത് രണ്ട് പോള് പോലെ പെരുമാറുന്നു. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് നോർത്ത് പോൾ അല്ലെ രണ്ട് സൗത്ത് പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്നത് പോലെ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ, അകന്ന് മാറും. അതിൻ്റെ ഫോഴ്സാണ് ഇത്. അപ്പോൾ ഇതിന് ഈക്വലൻ്റായിട്ടാണ് I1 dl1 ഇൻറ്റു I2 dl2 ബൈ R² എന്ന് പറയുന്നത്. അപ്പോൾ പോൾ സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ കറണ്ട് ഒഴുകുന്ന കമ്പി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ശക്തിയുടെ അളവാണ് സത്യത്തിൽ. അതിന് ഇരുമ്പ് കഷ്ണത്തെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റൊരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ അടുത്ത് വരുമ്പോൾ ഇത് റിപ്പിൽ ചെയ്യുക, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് കാന്തങ്ങൾ പോലെ, മാഗ്നറ്റ്സ് പോലെ ഇത് ബിഹേവ് ചെയ്യുന്നു. അവിടെ നമ്മൾ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് ഇതിന് കൊടുക്കുന്നു. ആ പ്രോപ്പർട്ടിയാണ് പോൾ സ്ട്രെങ്ത്. ദാറ്റ് ഹാസ് ദി ഡയമെൻഷൻസ് ഓഫ് കറണ്ട് ഇൻറ്റു ലെങ്ത്. ഇനി ഇവിടുത്തെ ബേസിക് ലോ, ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ബേസിക് ലോ ഇതല്ല, അത് ബയറ്റ്-സാവാർട്ട്സ് ലോ, BIOT, ബയറ്റ്, സയൻറ്റിസ്റ്റിൻ്റെ പേര്, സാവാർട്ട്, SAVART, ബയറ്റ്-സാവാർട്ട് ലോ. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ബേസിക് ലോ. കൊളംസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറയുന്നതിന് വരെ ഇവിടെ ബയറ്റ്-സാവാർട്ട്സ് ലോയാണ്. ഇതാ ഒരു കറണ്ട് എലമെൻറ്റ്, കറണ്ട് ഒഴുകുന്ന ഒരു ചെറിയ കമ്പി കഷ്ണം, അതിൻ്റെ ലെങ്ത് DL കറണ്ടായി. ഇതിൽ നിന്നും 6 അകലത്തിലുള്ള ഒരു പോയിൻ്റ് P എങ്കിൽ ഈ ലൈൻ, ഈ എലമെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ എലമെൻറ്റുമായിട്ട് തീറ്റ എന്ന ആംഗിൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡാണെന്ന് പറഞ്ഞല്ലോ. ഇതുണ്ടാക്കുന്ന ഈ പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് DB, ഇത് എലമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് അവിടെ കുറവാണ്, അപ്പോൾ ചെറിയ അളവിലേ ഫീൽഡുള്ളൂ. DB ഈക്വൽസ് μ0/2π ഇൻറ്റു IDL സൈൻ തീറ്റ ബൈ R². കുളംസ് ലോയിൽ ഈ തീറ്റ ഫാക്ടർ വരില്ല. അവിടെ ചാർജ് കോൺസെൻട്രേറ്റഡാണ്. ഒരു ചുരുങ്ങിയ സ്പേസിൽ അത് ഇലക്ട്രോണൊക്കെ അല്ലേ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഇവിടെ കറണ്ടാണ്, അത് കോൺസെൻട്രേറ്റഡ് അല്ല ഒരു പോയിൻ്റ്. അതൊരു ലെങ്ത് ഡയമെൻഷൻ ഉണ്ട്. ആ ലെങ്ത് ഡയമെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ സൈൻ ഫാക്ടർ കയറി വരുന്നത്. അതാ കുളംസ് ലോ ആയിട്ട് ഇവിടെ ഉള്ള ബേസിക് ഡിഫറൻസ്. അപ്പോൾ DB ഈക്വൽ μ0/4π ഇൻറ്റു IDL സൈൻ തീറ്റ ബൈ R². ഈ തീറ്റ മാറുന്നതിനനുസരിച്ച് ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ മാറും. അതിനനുസരിച്ച് ഈ B ഫീൽഡിൻ്റെ സ്ട്രെങ്തും മാറും. ഏറ്റവും ഫീൽഡ് കൂടി വരുന്നത് മാക്സിമം ആകുന്നത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് ഫീൽഡ് ഏറ്റവും കൂടുതൽ. ഇത് ആണ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ ഫണ്ടമെൻ്റൽ ലോ, ബേസിക് ലോ. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളംസ് ലോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഈ ലോയാണ് ബേസായിട്ട് എടുക്കുക. ഇതിൽ നിന്നും റെഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് ഇത് ആദ്യം കണ്ട I1 dl1
ഇൻറ്റു I2 dl2 ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഈ ബയറ്റ്സ് ലോയുടെ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഫോർമുലയാണ്. ബാക്കി നമ്മൾ അടുത്ത പ്രോസസ്സിലൊക്കെ ആയിട്ട് കാണും. താങ്ക് യു.